ടൗൺഷിപ്പിനായി ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ എൽസ്റ്റൺ ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഏറ്റെടുക്കുന്ന ഭൂമിക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മലയാളത്തിന്റെ 65.41 ഹെക്ടർ ഭൂമിയും എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ 78 ഹെക്ടർ ഭൂമിയുമാണ് ഏറ്റെടുക്കുന്നത്. കോടതി വിധി സർക്കാർ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. ദുരന്ത നിവാരണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചൂരൽമലയിലെ ജനങ്ങളുടെ മനസ്സറിയുന്നൊരു കോടതി വിധിയാണ്. കോടതി വിധി വന്നാൽ ഈ 2 എസ്റ്റേറ്റുകളിലും നടപ്പിലാക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ രൂപരേഖ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനകം സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു. അവിടെ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക നിശ്ചയിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോഴേ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ വേഗതയിലാക്കാൻ വേണ്ടി എൽസ്റ്റോണിലെ ഭൂപരിഷ്കരണ നിയമപ്രകാരമുള്ള കേസും ലാൻഡ് ഇതനുസരിച്ചിട്ടുള്ള കേസും കോടതി വിധി വരുന്ന മുറയ്ക്ക് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റതല്ല കേസ്. അപ്പം അതുകൊണ്ട് ലാൻഡ് റിസംപ്ഷൻ പ്രകാരമുള്ള കേസാണ്. സിവിൽ സൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട തീരുമാനം അത് വരുമ്പോൾ എടുക്കാം. ഇപ്പോൾ പ്രയാസപ്പെടാനൊന്നുമില്ല എന്ന് മാത്രമല്ല, ആശങ്ക നീങ്ങി ആകാശത്ത് ആളുകൾ കണ്ടിരുന്ന കാർമേഘങ്ങളും പോയി. കോടതി വിധി എതിരായി വന്നാൽ എന്ത് ബി പ്ലാൻ എന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ലാത്ത വിധം പ്ലാൻ എയിൽ തന്നെ നിൽക്കാനുള്ള അവസരം കിട്ടി. സന്തോഷം. നമുക്കിപ്പം അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കും സംസ്ഥാന സർക്കാരിനും ഏറെ ആശ്വാസകരമായൊരു വിധിയാണെന്ന് ഹൈക്കോടതിയിൽ നിന്ന് വന്നത്. സർക്കാർ നേരത്തെ നിശ്ചയിച്ചിരുന്നത് പോലെ ജനുവരി മാസത്തിൽ തന്നെ പുനരധിവാസത്തിന്റെ ടൗൺഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാം അല്ലേ? നിലവിൽ ഹൈക്കോടതി ഉത്തരവ് പ്രകാരം. അർജുൻ മട്ടന്നൂർ. അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. ഏറെ ആശ്വാസകരവും അതോടൊപ്പം തന്നെ ഏറെ നിർണായകവുമായ ഒരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇത് പ്രകാരം ജനുവരിയിൽ തന്നെ പുനരധിവാസ പദ്ധതികൾക്ക് തുടക്കമിടാൻ കഴിയും. പ്രത്യേകിച്ച് ഈ വൈത്തിരി താലൂക്കിൽപ്പെട്ട 2 വില്ലേജുകളിലായി 143 ഹെക്ടറിലധികം ഭൂമിയാണ് സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഇതിനെതിരെയാണ് 2 എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചത്. ഹാരിസൺ മലയാളം എസ്റ്റേറ്റും എൽസ്റ്റോൺ ടി എസ്റ്റേറ്റ് ഉടമകളുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഭൂമി ഏറ്റെടുക്കരുത് എന്നായിരുന്നു ഇവരുടെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം ഹൈക്കോടതി പൂർണ്ണമായും തള്ളി. പകരം സർക്കാരിന് ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ട് പോകാം. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് ഇവർക്ക് നഷ്ടപരിഹാരം നൽകണം. ഈ നഷ്ടപരിഹാരം നൽകിയ ശേഷം മാത്രമേ ഭൂമി ഏറ്റെടുക്കാവൂ എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ നഷ്ടപരിഹാരം നേരത്തെ തന്നെ കെട്ടിവെക്കാൻ തയ്യാറാണ് എന്ന് സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഈ നഷ്ടപരിഹാര തുകയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ഈ എസ്റ്റേറ്റ് ഉടമകൾക്ക് വീണ്ടും കോടതിയെ സമീപിക്കാം എന്നും ഹൈക്കോടതി വിധിയിൽ പറയുന്നുണ്ട്. നേരത്തെ ഇത്തരത്തിൽ 2013 പുനരധിവാസ പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം ഭൂമി ഏറ്റെടുക്കൽ നിയമം അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കരുത് എന്നായിരുന്നു എസ്റ്റേറ്റ് ഉടമകളുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ചില തർക്കങ്ങളുണ്ട്, ചില കേസുകളുണ്ട്. ആ കേസുകളിൽ വിധി വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം വീണ്ടും കോടതിക്ക് മുമ്പിലെത്താം എന്നൊരു സാധ്യതയുമുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സർക്കാരും ഈ എസ്റ്റേറ്റ് ഉടമകളും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കണം. അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഭൂമിയുടെ അവകാശം അത് ഈ ഇപ്പോഴുള്ള ഉടമസ്ഥർക്കല്ല എന്ന് ഏതെങ്കിലും കോടതി വിധിക്കുകയാണെങ്കിൽ ഈ നഷ്ടപരിഹാര തുക തിരിച്ച് എടുക്കാനുള്ള ഒരു കരാർ സർക്കാർ ഉണ്ടാക്കണം എന്നും ഈ കൗസർ അടപ്പകത്തിന്റെ വിധിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഭൂമി അളക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ എസ്റ്റേറ്റ് ഉടമകൾ നൽകണമെന്നും ഈ വിധിയിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരു മാതൃകാ ടൗൺഷിപ്പ് വയനാട്ടിൽ നിർമ്മിക്കാനുള്ള സർക്കാരിന്റെ നീക്കങ്ങൾക്ക് ഏറെ ആശ്വാസകരമാണ്, ഏറെ നിർണായകമായ ഒരു വിധിയുമാണിത്. താങ്ക് യു അർജുൻ മട്ടന്നൂർ.